അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരുപാട് പേര് കടങ്ങൾ കൊണ്ട് വലയുന്നവർ, ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് വളരെ ഇടങ്ങേറാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പല മേഖലകൾ പ്രയാസപ്പെടുന്നവരുണ്ട്. മക്കളുടെ വിവാഹപ്രായമെത്തി നിൽക്കുന്നവരുണ്ട്. ആ മക്കൾക്കൊരു സാലിഹായ ഇണയെ കിട്ടാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ ഭവനമില്ലാത്തവരും എല്ലാവർക്കും ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള ഈ സലാത്ത് നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുറാദുകളൊക്കെ ഹാസിലാകുന്ന നല്ല ഒരു സലാത്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാൻ പറയാൻ പോകുന്നത് ഒരു സലാത്തിനെ കുറിച്ചിട്ടാണ്. ഈ സലാത്ത് ചൊല്ലിയാൽ ഇരുന്നിട്ടാണ് നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ എഴുന്നേൽക്കുന്നതിന് മുമ്പ് വലിയ അത്ഭുതം നിങ്ങൾക്ക് കാണാൻ കഴിയും. എത്ര വലിയ കടമുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് വീടും. അതുപോലെ തന്നെ ബാങ്കിലോട് പലിശ എന്നിവയിൽ നിന്നൊക്കെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തും. അല്ലാഹു അങ്ങനെയുള്ള കടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലിയാൽ ഒരുപാട് നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലിയവർ ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് ഉന്നതിയിലും എത്തിയിട്ടുണ്ട്. അവർ അവരുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എൻ്റെ മേലൊരാൾ സലാത്ത് ചൊല്ലിയാൽ ദാരിദ്ര്യത്തെ നാടുകടത്തുന്നതാണെന്ന് പറഞ്ഞാൽ അവന്റെ മേൽ ഒരു ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. അവർ റസൂലുള്ളാഹിന്റെ മേൽ സലാത്ത് ഇല്ലാൽ ധൈര്യമായിട്ട് ചെല്ലുക. ദാരിദ്ര്യമെന്ന മഹാവിപത്തിനെ അല്ലാഹു എടുത്തു കളയുന്നതാണ്. എൻ്റെ മുന്നിലോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എനിക്കിനി വിഷമങ്ങളോ ദാരിദ്ര്യങ്ങളോ കടന്നു വരും എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ പേടിക്കേണ്ട. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലിക്കുന്നത് വലിയ വിജയങ്ങൾക്ക് ഒരു കാരണമാണ്. ഓ ഹബീബായ നബി തങ്ങൾ എന്താ പറഞ്ഞത്? ദാരിദ്ര്യമെന്ന മഹാവിപത്തിനെ എൻ്റെ മേൽ സലാത്ത് ചൊല്ലുന്ന അല്ലാഹു പിഴുതു കളയുന്നതാണ്. എൻ്റെ മേൽ ഒരു ദിവസം ആരെങ്കിലും 100 സലാത്ത് പതിവാക്കിയാൽ നരകം 100 വർഷം അവരിൽ നിന്ന് അകന്നു പോകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കും മുഅ്മിനീങ്ങളെ, സലാത്തിന്റെ മഹത്വം ചെറുതാണോ? ഏതെങ്കിലും ഒരു മുഅ്മിനീൻ ദിവസവും 3 സലാത്ത് നിന്നുകൊണ്ട് ചൊല്ലിയാൽ അവനിരിക്കുന്നതിന് മുമ്പേ അവന്റെ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ അത് എത്ര അത്ഭുതകരമായ കാര്യമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മേലുള്ള സലാത്ത് നിങ്ങളുടെ നാവിലൂടെ ഹബീബായ നബി തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലിക്കൂ മുഅ്മിനീങ്ങളെ. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ അവന്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹിന്റെ മേൽ സലാത്ത് ഇല്ലാനുള്ള ഗുണങ്ങളാണ്. ഇനി നമുക്ക് നോക്കാം. ഈ ഭൗതിക ലോകത്ത് ഒരുപാട് മഹാരഥന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരുപാട് സലാത്തുകൾ ചൊല്ലി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. ഈ ലോക വിജയികളുടെ കൂട്ടത്തിൽ അവരെത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ട് സലാത്ത് ചൊല്ലുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരു മനുഷ്യൻ ഒരുപാട് സലാത്ത് റസൂലുള്ളാഹിന്റെ മേൽ ചൊല്ലുമായിരുന്നു. അദ്ദേഹത്തിന് 600 ദിനാർ കടമുണ്ടായിരുന്നു. എത്രയാണ് 600 ദിനാർ? അന്നൊക്കെ അത് വലിയ പൈസയാണ്. പക്ഷെ അദ്ദേഹത്തിന് 600 ദിനാർ കടമുണ്ടായിരുന്നു. അദ്ദേഹം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ഇങ്ങനെ ഒരുപാട് ചൊല്ലിയിട്ട് ഹബീബായ നബി തങ്ങളോട് അദ്ദേഹം സങ്കടം പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച രാത്രിയായപ്പോൾ അദ്ദേഹം ഒരുപാട് സലാത്ത് ചൊല്ലിയ വിഷമത്തോടെ കിടക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് ആ മനുഷ്യനോട് പറയുകയാണ്, നിനക്ക് 600 ദിനാർ കടമുണ്ടല്ലേ? നീ അലി ഇബ്നു ഈസാ എന്നവരുടെ അടുക്കൽ പോയി പറയണം. നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കൽ നിങ്ങൾ കാര്യം പറയണം. അദ്ദേഹം ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അദ്ദേഹം നിങ്ങളുടെ കടം വീട്ടി തരുന്നതാണ്. അങ്ങനെ ആ കടക്കാരനായ ഹബീബായ നബി തങ്ങളുടെ മേൽ ഒരുപാട് സലാത്ത് ചെല്ലുന്ന ആ മനുഷ്യൻ അങ്ങനെ അദ്ദേഹം പോവുകയാണ്. അലി ഇബ്നു ഈസാ എന്ന് പറഞ്ഞ അക്കാലഘട്ടത്തിലെ മന്ത്രിയായ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോകുന്ന സമയത്ത് പക്ഷേ അദ്ദേഹത്തിന്
ആ മന്ത്രിയെ കാണാൻ കഴിഞ്ഞില്ല. അവിടെ ഒരു പാറാവുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് പറയുകയും ഈ പാറാവുകാരൻ അല്ലെങ്കിൽ ഈ പട്ടാളക്കാരൻ ആ മന്ത്രിയോട് വിവരമറിയിക്കുകയും ചെയ്തു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു മനുഷ്യൻ നിങ്ങളെ തിരക്കി വന്നിരിക്കുകയാണ്, ഇന്ന നാട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഉടൻ തന്നെ മന്ത്രി ഇറങ്ങി വരികയാണ്, അദ്ദേഹത്തിന് നേരെ അദ്ദേഹത്തിനടുക്കൽ വരികയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, മന്ത്രി പറയുകയാണ്, ഞാൻ ഇന്നലെ രാത്രി മുതൽ നിങ്ങളെ അന്വേഷിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നിങ്ങൾ ഇവിടെ വന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടവാനാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊന്ന് മനസ്സിലാക്കണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദ്ദേഹത്തിന് കടമുണ്ടെന്നുള്ള വിവരം ആ മനുഷ്യനെ, ആ മന്ത്രി ഹബീബായ നബി തങ്ങൾ അറിയിക്കുകയാണ്. അദ്ദേഹം ഈ പാവപ്പെട്ട മനുഷ്യനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ആ മന്ത്രി ചോദിക്കുകയാണ്, നിങ്ങൾ ബഗ്ദാദിലെ കർഹിൽ നിന്നല്ലേ നിങ്ങൾ വന്നത്? അദ്ദേഹം പറഞ്ഞു, അതേ, ഞാൻ അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ ഈ മന്ത്രിയും രണ്ടുപേരും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തെ പരിചയപ്പെടുകയാണ്. അങ്ങനെ ആ മന്ത്രിയെ അദ്ദേഹത്തിന്റെ കരങ്ങളിൽ നിന്ന് ഒരു 600 ദിനാർ എടുത്ത് കൊടുക്കുകയാണ്, അദ്ദേഹത്തിന്റെ കടങ്ങളൊക്കെ വീടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ അദ്ദേഹം ആ പൈസ സ്വീകരിക്കുകയാണ്. ഉടൻ തന്നെ മന്ത്രി പറഞ്ഞു, നിങ്ങൾ എന്റെ അതിഥിയായിട്ട് വന്നില്ലേ, അതെനിക്ക് വല്ലാത്ത സന്തോഷമാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു 10-400 ദിർഹം ഞാൻ ഇതിന് നിങ്ങൾ എന്റെ അടുക്കൽ വന്നതിന് വേണ്ടി, എന്റെ അതിഥിയായി വന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വിട്ടതുകൊണ്ട് ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾക്ക് ദാനധർമ്മമായി അതിനോടൊപ്പം ഒരു 400 ദിനാർ കൂടി തരുകയാണ്. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മനുഷ്യൻ ആ മന്ത്രിയോട് പറയുകയാണ്, നിങ്ങൾ തന്ന 600 ദിനാറിൽ ഞാൻ തൃപ്തിതനാണ്. ഞാനത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ബാക്കിയോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ആ മന്ത്രി അത്ഭുതപ്പെട്ടു പോവുകയാണ്, നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആവശ്യത്തിന് വേണ്ടി മാത്രം ആ മനുഷ്യൻ ആ 600 ദിനാർ മേടിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലിയാൽ എത്ര നേട്ടങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ മനുഷ്യൻ പറയുകയാണ്, ആ മന്ത്രി എനിക്ക് തന്നതിൽ നിന്ന് 400 ദിനാർ ഞാൻ എടുത്തു എന്റെ കടങ്ങളൊക്കെ വീടി ഞാനൊരു ചെറിയ കച്ചവടം ആരംഭിച്ചു. ഒരു വർഷം തികഞ്ഞതേയുള്ള ഞാൻ 1000 ദിനാറിന്റെ ഉടമയായി മാറി. എന്റെ കടങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടിത്തന്നു. എന്റെ ആവശ്യങ്ങളെല്ലാം അല്ലാഹു നേടിത്തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഗണനയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുത്തതാണ്. നമ്മളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ഞാൻ ഈ ചരിത്രം പറഞ്ഞതിന് വേണ്ടിയിട്ടാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സലാത്ത് ചെല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ മുഴുവൻ ആവശ്യങ്ങളും അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചെറിയ സലാത്തിനെ കുറിച്ചിട്ടാണ്. ഈ സലാത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങളുടെ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടി തരുന്നതാണ്. ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക അഭിവൃദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കുന്നതാണ്. എത്രയോ പേര് ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ട്. റസൂലുള്ളാഹിന്റെ മേലെ സലാത്ത് നിങ്ങൾ ചൊല്ലി നോക്ക്, വലിയ വിജയങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. കടം കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണ്, അങ്ങനെ എങ്ങനെ അടയ്ക്കുമെന്ന് അറിയാൻ കഴിയാതെ വല്ലാത്ത പ്രയാസത്തിലായിട്ടുള്ളവർ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ല്. അതുപോലെ തന്നെ ജീവിത പ്രാരാബ്ദം കൊണ്ട് ആധാരം പണയം വെച്ച് ലോണെടുത്ത് ഇതൊരു തെറ്റാണെന്നാലും നമ്മൾ ആ സാഹചര്യത്തിൽ ചെയ്തു പോയത് അത് തിരുത്തണം. അല്ലാഹുവേ, എന്നെ നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ, ഞാൻ റസൂലുള്ളാഹിന്റെ മേൽ സലാത്ത് ചൊല്ലുമ്പോൾ ഈ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് കടങ്ങളൊക്കെ വിടാൻ ഒരു വഴി നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഇനി ഞാൻ മറ്റു പലിശകളിലേക്ക് കടങ്ങുകയില്ല
ഇല്ല അല്ലാഹ് എന്ന് തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ട് ഞങ്ങൾ ഈ സലാത്ത് ധാരാളം ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കടങ്ങളൊക്കെ വീഴാനുള്ള വഴികൾ അല്ലാഹു നൽകപ്പെടുന്നതാണ്. ഒരുപാട് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ എന്നോട് സങ്കടം പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഈ സലാത്ത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നമ്മൾ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വലിയ വിജയം കിട്ടുന്നതാണ്. തുടർച്ചയായി 40 ദിവസം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുകയാണ്, പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളുടെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് ചൊല്ലിയാൽ ഈ പറയുന്ന പ്രയാസത്തിന്, കടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാതെയുള്ള പ്രയാസങ്ങൾ ഏതെല്ലാം ഉണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നിങ്ങൾ രക്ഷപ്പെടുത്തും. നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. അപ്പൊ ഇത് എന്റെ കടങ്ങൾ അല്ലാഹു എങ്ങനെ വീട്ടിത്തരും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നല്ല ഇഖ്ലാസോടെ നിങ്ങൾ ചൊല്ലി നോക്ക്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു അത് വീട്ടിത്തരും എന്നുള്ള ഉറപ്പോടെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ബർക്കത്ത് കൊണ്ട് എന്റെ കടങ്ങൾ അല്ലാഹു വീട്ടിത്തരും എന്നുള്ള ഉറപ്പോടെ ചൊല്ലിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടിത്തരുന്നതാണ്. അതുപോലെ ഇനി ഇതുപോലുള്ള തെറ്റുകളിലൊന്നും ഞാൻ ബന്ധപ്പെടുകയില്ല, പലിശകളിലോ ലോണുകളിലോ ഒന്നും ബന്ധപ്പെടുകയില്ല എന്ന പശ്ചാത്താപ മനസ്സോടെ പടച്ചവനെ ഇത് നീ വീട്ടിൽ തന്നാൽ ഇനി ഒരിക്കലും ഞാൻ കടങ്ങളിൽ ചെന്ന് പലിശകളിൽ ചെന്ന് പെടില്ല അല്ലാഹ് എന്നുള്ള പശ്ചാത്താപ മനസ്സോടെ നിങ്ങളൊന്ന് ചൊല്ലി നോക്കുക. അല്ലാഹു വലിയ വിജയം നൽകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചൊല്ലിയ സലാത്താണ് സലാത്തുൽ ഫാത്തിമ. ചെറിയ ഒരു സലാത്താണ്. ഈ സലാത്ത് നമ്മളെ നാവുകൊണ്ട് നമ്മളെല്ലാം പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് ഈ സലാത്തുകളൊന്ന് ചൊല്ലി നോക്ക്. അല്ലാഹു വലിയ വിജയം നൽകുന്നതാണ്. വലിയ ചെറിയൊരു സലാത്താണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഏറ്റവും കൂടുതൽ ചൊല്ലിയൊരു സലാത്താണ്. അല്ലാഹുമ്മ സല്ലി അലാ നൂരി വഅലിഹി, اللهم صل على النور وأهله، 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 اللهم صل على النور وأهله. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സലാത്തുകൾ ചൊല്ലി നോക്ക്. ഈ സലാത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഭാഗം ഇരുൾ മൂടി കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ ഒരു കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിജയം നൽകുന്നതാണ്. ആ ഇരുൾ മൂടിയ സ്ഥലങ്ങളെയൊക്കെ അല്ലാഹു പ്രകാശം നൽകപ്പെടുന്നതാണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഈ സലാത്ത് മഹാരഥന്മാരുടെ കണക്ക് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ കണക്ക് നമുക്ക് നോക്കാം. ഈ സലാത്ത് നമ്മൾ ചൊല്ലേണ്ടത് 1000 വട്ടമാണ് ചൊല്ലേണ്ടത്. 1000 എന്ന് പറഞ്ഞ് നെറ്റേണ്ട ആവശ്യമില്ല. അല്ലാഹുമ്മ സല്ലി അലാ നൂരി വഅഹ്ലിഹി എന്ന് പറയാൻ എത്ര സമയം വേണം? കൂടിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കുറച്ച് സമയം കൊണ്ട് 1000 വട്ടം നമുക്ക് ചൊല്ലി തീർക്കാം. അപ്പോൾ ഒരു ദിവസം 1000 വെച്ച് തുടർച്ചയായി 40 ദിവസം ചൊല്ലണം. ഇത് പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളുടെ കടം തീരാനുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ആവശ്യം നിറവേറാനുണ്ടെങ്കിൽ ആ നിയ്യത്ത് വെച്ച്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം നിറവേറാനുണ്ടെങ്കിൽ ആ നിയ്യത്ത് വെച്ച് നിങ്ങൾ ഈ സലാത്ത് ചൊല്ലിക്കോ. അല്ലാഹു വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇതൊരു അത്ഭുതകരമായ സലാത്താണ്. അപ്പൊ ഈ സലാത്ത് കൊണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർക്ക് വലിയ വിജയങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ചൊല്ലും മുഅ്മിനീങ്ങളെ, അല്ലാഹു വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ റബ്ബി റഹ്മനാ കമാ റബ്ബനാ സഗീറാ. റഹ്മാനായ അല്ലാഹുവേ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്തിന്റെ മദഹുകളാണ് പടച്ചവനെ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ സലാത്തുകൾ ധാരാളം ചെല്ലാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അതുപോലെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളെല്ലാം ഞങ്ങളിൽ നിന്നും, ഞങ്ങളുടെ മക്കളിൽ നിന്നും, ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം നീ അകറ്റണേ പടച്ചവനെ. അല്ലാഹു എല്ലാ വിഷമങ്ങളും നീ നീക്കണേ റഹ്മാനായ റബ്ബേ. പടച്ചവനെ, അല്ലാഹു ഞങ്ങളെ മജ്ലിസിൽ ബർക്കത്ത് നൽകണേ പടച്ചവനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങളൊക്കെ ശുഭയാക്കണേ പടച്ചവനെ. ഞങ്ങൾ പലരും ഭവനമില്ലാത്തവരാണ്, ഞങ്ങൾക്ക് ഭവനം നൽകണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങൾക്ക് ഭവനം നൽകണേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് ഭവനം നൽകണേ
നൽകണേ അല്ലാ. ഞങ്ങളുടെ ഭവനങ്ങളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ഭവനങ്ങൾ പണി നടക്കുന്ന പെട്ടെന്ന് പൂർത്തിയാക്കണേ പടച്ചവനെ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. മാരകമായ രോഗങ്ങൾ, അപകട മരണങ്ങളിൽ നിന്നെല്ലാം അവരെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. അസൂയത്തിട്ടും മരണം കാണാൻ മരണത്തിൽ കൂടുതൽ എല്ലാം ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. അല്ലാഹു എല്ലാവിധ ഖൈറുകളും നൽകണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും ഹോസ്പിറ്റലിലാണ്, അവിടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടത്തിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ പടച്ചവനെ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാ. കടങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. തങ്ങളുടെ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാ. പടച്ചവരെ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ കാര്യങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക് നാട്ടുകാർക്കും കുടുംബത്തിന് ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാ. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകൾ തൊട്ട് വിപത്തുകൾ തൊട്ടവരെ ഞങ്ങളെ നീക്കാക്കണേ അല്ലാ. ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിലാണ്, സർവ്വവിധ അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ നൽകിയിട്ടുണ്ട് അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആൾക്കാർ പടച്ചവരെ എല്ലാ നീ വലിയ വിജയങ്ങൾ അവർക്ക് നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ മനസ്സിലുള്ള സകല മുറാദുകളും ഹാസിലാക്കി തരണേ അല്ലാ. എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകണേ അല്ലാ. വലിയ വലിയ വിജയങ്ങൾ അല്ലാഹുവേ പടച്ചവരെ നീ അവർക്ക് നൽകണേ റഹ്മാനായ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.